ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്? ചിഹ്നം നമ്മൾ 2 ചിഹ്നം, അതായത് AITC ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിലൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. അത് ഇവർ എന്താ പറയുക, AITCയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കൊടുക്കാൻ പറയുന്നുണ്ട്. ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ AITCയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം പാർട്ടി ചിഹ്നം അതല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം എന്നാണ്. അതെ, അതൊരു ടെക്നിക്കൽ വിഷയമാണ്, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഷയമായി നിൽക്കുകയാണ്. ഈ പ്രതിരോധ മുന്നണിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കാമെന്ന ഉറപ്പ് തന്നിട്ടുണ്ടോ? ഇല്ല, അതിൽ രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ ജനങ്ങളാണ് വിവിധ. ഞാനീ പറഞ്ഞില്ലേ, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ? ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് MLA, അദ്ദേഹം ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് നിങ്ങളെ ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങേയറ്റം മുസ്ലിം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളും അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകൾ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇതൊരു വസ്തുതയല്ലേ? ആരെയും ബഹുമാനിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കരുത്. അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി UDFനെ അടക്കി വാഴുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ 40 കൊല്ലം മുമ്പ് ഈ പറയുന്ന K കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ, കോൺഗ്രസ് ആർക്കും KC വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടെന്ന് നമ്മൾ കണ്ടതാണല്ലോ. കോഴിക്കോട് തന്നെ കാണാം, പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി 3 മണിക്കൂറോളം 5 മണി തൊട്ട് 8 മണി വരെ ഞാൻ കാത്തിരുന്നതാണ്. കാത്തിരുന്നതിന് കുഴപ്പമില്ല, അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജി ഭീഷണിയാണ് മുഴക്കിയത്. അദ്ദേഹം രാജിവെക്കുകയാണ് നല്ലത്. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VD സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ്. അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ. ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ, തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്? അതിലൊരു മാറ്റമില്ല, ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി? ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല. ജോയി വിജയിച്ചു വന്ന് 2026-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും. സ്വാഭാവികമായും വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം. അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം AICC എടുക്കുമ്പോൾ ജോയി VD സതീശന് കൈ പൊക്കില്ല. അതും ഇതിലൊരു വിഷയമാണ്. അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്. മറുഭാഗത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല. അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ 2 ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും.